ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തതിനാൽ എന്തായാലും അവർ ചോദിക്കോട്ടോ ഇതിൻ്റെ റെസിപ്പി. അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലോ അല്ലെങ്കിൽ വെള്ളമോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതനുസരിച്ചിട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാലാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണേ. നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് അനക്കാനൊന്നും പാടില്ല കേട്ടോ. ഇതാ ഒരു സൈഡിലേക്ക് അങ്ങനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിന് 2 ടീസ്പൂൺ മൈദപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിൻ്റെ അളവ് കൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മൈദപ്പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നല്ലൊരു മധുരം തന്നെ കിട്ടും നമുക്ക്. ഇനി നന്നായിട്ട് ഈ പഞ്ചസാരയ്ക്ക് ഒന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഏലക്കായും അതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ പീസ് കറുവാപ്പട്ട ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സവാളയുടെ കാലിലൊരു ഭാഗമാട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിന് അത്ര മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പീസൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ വരുന്നത് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മൈദപ്പൊടി ഉണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗത്തെ പാല് മാത്രം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ആ വേസ്റ്റ് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കളയാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു വിരുന്നുകാർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആട്ടോ ഇത്. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോർലിക്സോ ബൂസ്റ്റോ ഒന്നും വേണ്ടിയില്ല കേട്ടോ. അതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ബദാം പൊടിയൊക്കെ കാച്ചാറുണ്ടല്ലോ, അതിലും ഒരു ടേസ്റ്റിയാണ്. നമുക്ക് ചിലവും കുറവായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ എന്തായാലും അവർ ചോദിക്കോട്ടെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള. അത്രയും നല്ല രുചിയുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് കുടിക്കട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മനസ്സിൽ ഇത് ഉണ്ടാക്കാനേ തോന്നും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സവാള ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളർ പോലെ ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി മിക്സായിട്ട് വെന്ത് ടേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അടിപൊളി പാല് കാച്ചിയ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കുടിക്കാൻ പോകുന്ന സമയത്തോ നമുക്ക് ഇതുപോലെ കുറച്ച് കുങ്കുമപ്പൂവൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റിന് കിട്ടും കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് പിന്നെ കാണാം.